അഥവാ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ, ഇപ്പം തലേ ദിവസം വെള്ളത്തിലിടാൻ മറന്നുപോയി, മിക്ക ടൈമിലും അതുപോലെ സംഭവിക്കാറുണ്ടല്ലേ, മറന്നു പോയിട്ട് അടുത്ത ദിവസം നമ്മൾ കടല ഉണ്ടാക്കാറില്ല. അപ്പം അങ്ങനെ മറന്നു പോകുമ്പം നമ്മൾക്ക് ഇതുപോലൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുതിർക്കാതെ തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കാം കടല. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു കുക്കർ എടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് എത്രയാണോ നമ്മൾ കടല വേണ്ടത് അത് കുക്കറിലോട്ട് ഇടുക. അത് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം ഇതൊരു 2 വിസിൽ വേവിക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ 2 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി കുക്കറിലെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമ്മളിത് തുറക്കുക. അപ്പോൾ നമ്മളുടെ കടല ഇങ്ങനെ ഉണ്ടാവും, ഇത് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ആഡ് ചെയ്യുക. എത്ര കടല എടുക്കുന്നോ അത്രയും കൂടുതൽ ഐസ് ക്യൂബ്സ് ഇടണം. പിന്നെ അഥവാ വെള്ളം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിക്കാം. എന്നിട്ട് ഇനി നമ്മൾക്ക് വീണ്ടും അടച്ച് വെച്ച് ഒരു 6 to 7 വിസിലാണ് വെക്കേണ്ടത്. ഇതിപ്പം 7 വിസിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ കടല ശരിക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കുതിർത്തിട്ട് വെന്ത പോലെ തന്നെ വെന്തിട്ടുണ്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐസ് ക്യൂബ്സ് ഇടുമ്പോൾ നമ്മൾ നിറയെ ഇടണം, ഇല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിക്കുക. അങ്ങനെ തണുത്തതിന് ശേഷമാണ് പിന്നെ ഫ്ലെയിം വെക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ 7 വിസിൽ വെക്കേണ്ടത്. മിനിമം 5 വിസിൽ വെക്കാം. നമ്മുടെ വേവ് എത്ര വേവ് വേണം അതിനനുസരിച്ച് 5 മുതൽ 7 വിസിൽ വരെ മാറ്റി വെച്ച് നോക്കാം നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കടല. ഇത് എളുപ്പമാണ്. നമ്മൾക്ക് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.